ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് വിപ്രോക്കാരുടെ വെസ്റ്റ എന്ന് പറഞ്ഞ ഇലക്ട്രിക് കിറ്റിലാണ്. അത്യാവശ്യം നല്ല ഡബിൾ ലെയർ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ കൂൾ ടച്ച് കിറ്റിലൊക്കെയാണ് കേട്ടോ. എന്താ വെച്ചാൽ പുറത്തേക്ക് സംഭവമൊന്നും വരില്ല. അതുപോലെ തന്നെ ഡ്രൈ ബോയിൽ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പിന്നെ 360 ഡിഗ്രി ബേസ് ആണ് വരുന്നത്. ഇല്ലെങ്കിൽ ബ്ലാക്ക് ആണ് കളർ വരുന്നത്. 1.8 ലിറ്ററിന്റെ കപ്പാസിറ്റിയാണ്. ഡ്രൈ ബോയിൽ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് 1300 രൂപയ്ക്ക് നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇതാണ് സംഭവം. ബോക്സ് ഉണ്ട്, നല്ല ഇടിലും ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ബോക്സിലത്തെ MRP എത്രയാ? MRP കാണല്ലോ. MRP 2000 രൂപയാണ് കേട്ടോ. മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ്. ഇതിന്റെ യൂസേജും സംഭവം ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ എല്ലാവർക്കും കെറ്റിൽ യൂസ് ചെയ്യാനൊക്കെ അറിയില്ലോ. അപ്പൊ ഞാൻ ബോക്സ് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബോക്സ്. നമ്മുടെ ലൈറ്റ് ക്ലിയർ അടിക്കുന്നുണ്ടല്ലോ. അതാ ചേടാ, ലൈറ്റ് ക്ലിയർ അടിക്കുന്നു. ഇതാണ് ബോക്സ് വരുന്നത് കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യണം. ഞാൻ ഇതിനു മുമ്പ് ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പൊ ഇതിനുള്ളൊരു കാർബോർഡ് പ്രൊട്ടക്ഷൻ വെച്ചിട്ടുണ്ട്. ഒരു നമ്മുടെ എഗ് മുട്ടയൊക്കെ വെക്കുന്ന സാധനമില്ലേ, ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. നമുക്ക് ഇത് എന്നിട്ട് അത് യൂസർ മാനുവലാണ്. അതിന്റെ ബാക്കിൽ വാറണ്ടി ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബോക്സ് എടുത്ത് വയ്ക്കുക, അത്രേ ഉള്ളൂ ബോക്സ്. നമ്മുടെ ഈ തെർമോക്കോളിന് പകരം ഉപയോഗിക്കുന്ന ഇതുണ്ടല്ലോ, ഈ പേപ്പറിന്റെ സംഭവം, ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അതിന്റെ അടിയിൽ തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതിന്റെയാണ് മെയിൻ നമ്മുടെ അതിന്റെ ബോക്സിന്റെ വെയിറ്റ് കിട്ടാം. അപ്പൊ ഇതാണ് ഇത് നമുക്ക് ബേസ് വരുന്നുണ്ട്. അതും കിറ്റിന്റെ ബേസ് വരുന്നുണ്ട്. ഇതിപ്പോ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചിട്ട് ആവശ്യമൊന്നുമില്ല. അപ്പൊ നോർമൽ ഒരു കിറ്റിൽ തന്നെയാണ്. പക്ഷെ നല്ല ക്വാളിറ്റി ഒരു കിറ്റ് നോക്കുന്നവർക്ക് ഇതുണ്ട്, ഒരു കിടലും നോക്കുന്നവർക്ക് വിപ്രോന്റെ വാങ്ങിക്കാം. റേറ്റ് ഡിഫറൻസ് വലിയ അധികം ഒന്നും പറയാനൊന്നുമില്ല. അപ്പൊ ഇതാണ് സംഭവം കേട്ടോ. ബ്ലാക്ക് കളർ നല്ല ഒരു പിയാനോ ഫിനിഷ് ഒക്കെ ആയിട്ടുള്ളതാണ്. വിപ്രോന്റെ ബ്രാൻഡിനും കൂടെ കാണാം. ലൈറ്റും കാണാം. ഓട്ടോമാറ്റിക് കട്ടൊക്കെ സംഭവങ്ങളൊക്കെ വരുന്നതാണ്. ഉള്ളിൽ നമുക്ക് കോട്ടിങ്ങും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോ ഞാൻ ഓൺ ചെയ്ത് കാണിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ സാധാരണ സംഭവം തന്നെയാണ്. അതിന്റെ അടിയിലായിട്ട് നമുക്ക് അതിന്റെ ടച്ചും അതുപോലെ തന്നെ അതിന്റെ ഹീറ്റ് ടച്ച് വരുന്ന സംഭവം അറിയാം. 1500 വാട്ടിന്റെയാണ്. അതുപോലെ തന്നെ മാർക്കറ്റഡ് ബൈ വിപ്രോ എന്റർപ്രൈസസ് സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെന്താ, ഡു നോട്ട് ഇമേഴ്സ് ദിസ് യൂണിറ്റ് വാട്ടർ. ഇത് ഈ സാധനം വെള്ളത്തിൽ മുക്കരുത് എഴുതിയിട്ടുണ്ട്. ഇതും മുക്കാൻ പാടില്ല. ഇതും നമുക്ക് കണക്ഷൻ വരുന്നതാണല്ലോ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഇതാണ് നമുക്ക് വെക്കേണ്ടത്. അപ്പൊ ഇതിലേക്ക് വെച്ചെടുത്താൽ മതിയുണ്ടോ. അപ്പൊ ഈ സാധനം നോർമലി ബാക്കി എല്ലാ ബ്രാൻഡുകളിലും അത്യാവശ്യം നല്ല ഹെവി ആയിരിക്കും. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കട്ടിയുമായിരിക്കും. ഇത് ഭയങ്കര സ്ലിം ആയിട്ട് കണ്ടു. അപ്പൊ ഇത് ശരിക്കും അത് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് ഇങ്ങനത്തെ ഒരു ബേസ് മടിയിലുണ്ടെന്നും അറിയില്ല കണ്ടോ. അതാണ് എനിക്കൊരു ഡിഫറൻസ് തോന്നിയിട്ട്. വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ഇവിടെ നമുക്ക് ഒരു സിൽവർ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷ് പോലെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നോർമൽ പോലെ തന്നെ, വേറെ വലിയ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമുക്കിവിടെ ലോക്കും ഉണ്ട്. ലോക്ക് നമുക്കിവിടെ ഒരു ബട്ടൺ വേണ്ടു. വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. അപ്പൊ ഒരു നല്ല ക്വാളിറ്റി നോർമൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ കിറ്റിൽ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മൾ ഇതിനു മുമ്പ് കുറെ കിറ്റിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. അത് വേറെ കാര്യം. അപ്പൊ അതില് വൺ ഓഫ് ദ നോർമൽ ഒരു ലോങ് യൂസിനൊക്കെ നോക്കാവുന്ന ഒരു കിറ്റിൽ തന്നെ പറയാം. പിന്നെ പോരാത്ത നമുക്ക് ഇവിടെ ഒരു പിയാനോ ഫിനിഷ് പോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ നോർമലി ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കളറിലാക്കി അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആകെ ഒരു എന്താ പറയുക മങ്ങും സംഭവങ്ങളൊക്കെ ഇതാവുമ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ പിയാനോ ഫിനിഷ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്യൂ വരില്ല കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് ലോങ് യൂസിന് ഉപയോഗിക്കാനും നല്ലത് തന്നെയാണ്. എന്ന് വെച്ചാൽ പഴയതായിട്ടൊരു ലുക്ക് തോന്നില്ല. അങ്ങനെ ഒരു ഗുണം ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അതിൽ സംസാരിക്കേണ്ട, കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാം കൊണ്ട് അടുത്ത വീഡിയോ കാണാം.